ആക്ച്വലി സർ ഇങ്ങനെ ഒരു പ്രോസസ്സ് CBSE 3rd സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. നമ്മൾ ഈ നോർമൽ സ്കൂളിങ്ങിൽ ഒരിക്കലും ഈസി ആവില്ല. അതുകൊണ്ടാണ് ആഫ്റ്റർ NEP 2020 സ്ലോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്നത്. സോ സൈബർ സ്ക്വയർ ആൻഡ് ഹരിസേഴ്സ് HK ട്രെൻഡ്സ് അവർ ഈ ഒരു ഇനിഷ്യേഷനിൽ വന്നത് തന്നെ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദം. കുട്ടികളൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് സൺഡേ ഒരു എഡിറ്റോറിയലിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ChatGPT-നോട് ചോദിച്ചപ്പോൾ കുട്ടിക്ക് എങ്ങനെ സൂയിസൈഡ് ചെയ്യണം, ChatGPT ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു, എന്നിട്ട് കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ഗോയിങ് ടു ബി ദ ബൂൺ ആൻഡ് ദ ബാൻ ഫോർ us. സോ ഇറ്റ് ഈസ് ഓൾവേസ് ടു ബി ബെറ്റർ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് സച്ച് നോളജസ്. എന്തിനെക്കുറിച്ചും പേടിച്ച് ദൂരം പോകുന്നതിനെക്കാട്ടിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഹെൽപ്ഫുൾ ഫോർ ചിൽഡ്രൻ. സൈബർ സ്ക്വയർ തീർച്ചയായിട്ടും ഈ പുതിയ ജനറേഷൻ അർഹിക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ഏജൻസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവരുടെ താല്പര്യങ്ങളെയും അവരുടെ ഇൻട്രസ്റ്റുകളെയും പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കുന്ന ഒരു കരിക്കുലം. അത് കേവലം ഒരു യഥാർത്ഥത്തിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് കരിക്കുലം ആണെങ്കിൽ കൂടെ ഇത് മറ്റെല്ലാ സബ്ജക്റ്റുകളെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പര്യാപ്തമാവുന്ന ഒരു വളരെ വിശാലാർത്ഥത്തിലുള്ളൊരു കരിക്കുലമാണ്. ഞാൻ അതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എൻ്റെ സ്കൂളിൽ കഴിഞ്ഞ 2020 മുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് 360 ഡിഗ്രിയിലാണ് എൻ്റെ സ്കൂൾ അതിന് ഗുണം ചെയ്തിട്ടുള്ളത്. അത് കേവലം കമ്പ്യൂട്ടർ സയൻസിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അത് കുട്ടികളിൽ അതുവഴി കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ആവുന്നു, കുട്ടികളുടെ റിസർച്ച് മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഇൻവെൻഷൻ എല്ലാ അർത്ഥത്തിലും കുട്ടികളൊരു പുത്തൻ ഉണർവുണ്ടാക്കാൻ ഈ ഒരു കരിക്കുലം കൊണ്ട് നമ്മുടെ സ്കൂൾ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള CBSEയുടെ പുതിയ ഒരു ഇതാണ് കമ്പ്യൂട്ടേഷൻ തിങ്കിങ്. ആ ഒരു അവരുടെ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് സ്കൂളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നുന്നത്. 8ാം ക്ലാസ്സിലേക്കാണ് മുൻപൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LKG ക്ലാസ് അല്ലെങ്കിൽ UKG ക്ലാസ് മുതൽ തന്നെ കുട്ടികളൊക്കെ അവയർനെസ് ആയി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാവി ഒരുപക്ഷെ ഇതിൽ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതാണ് ഇന്ന് പുതിയ ഇപ്പം നിലവിൽ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേണർ കമ്മ്യൂണിറ്റിൻ്റെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും താല്പര്യമുള്ള, അപ്പോൾ നമ്മൾ പറയുന്നത് കുട്ടികൾ മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആവുന്നു. എന്തുകൊണ്ട് അഡിക്റ്റഡ് ആവുന്നു വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ്ലി എൻഗേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ഇത് ടെക്നോളജി ആകുമ്പോൾ സ്വാഭാവികമാണ് അവർക്ക് താല്പര്യമുള്ള വിഷയമാകുമ്പോൾ അവർ എൻഗേജ്ഡ് ആവുന്നത് കുറച്ചുകൂടി പോസിറ്റീവായിട്ടാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഈ രംഗത്ത് കൂടുതൽ റിസർച്ച് നടത്താനും അവരുടെ ഓൺ പ്രൊഡക്ഷനും ഇൻവെൻഷനും നടത്താനും സാധിക്കുമ്പോൾ ആ കുട്ടികൾ സ്വാഭാവികമായി അവരുടെ ലൈഫ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, സോഷ്യൽ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ മേഖലകളിലും അതുകൊണ്ട് ഗുണപ്രദമാവുന്നു. കേവലം ഒരു IT സ്കിൽ എന്നുള്ളതിൽ പരിമിതപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഈ സൈബർ സ്ക്വയറിൻ്റെ ഏറ്റവും വലിയ ഗുണം. രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് ഞാനിതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. ഒരുപക്ഷെ ഇത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എൻ്റെ സ്കൂളിലെ കുട്ടികൾ ഈ പഠിച്ച കാര്യം സമീപത്തുള്ള സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തലത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സൈബർ സ്ക്വയറിൻ്റെ അത് അവരാദ്യം ടെക്സ്റ്റ് ബുക്കായിട്ടാണ് വന്നിരുന്നത്. ആ ടെക്സ്റ്റ് ബുക്ക് വളരെ മോഡേൺ ആയിട്ടുള്ള ആധുനികമായിട്ടുള്ള AI ഇൻ്റഗ്രേറ്റഡ് ആയിരുന്നു. ആ സമയത്ത് AIയിലേക്ക് മാറിയപ്പോൾ AI ആൻഡ് റോബോട്ടിക് അതിൻ്റെ ചില സിലബസും അതിൻ്റെ കരിക്കുലവും സ്കൂളുകളിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോബോട്ടിക് ലാബ് സൈബർ സ്ക്വയറിൻ്റെ ആ ബുക്കുകളായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സബ് പ്രോഡക്റ്റ് എന്ന രീതിയിൽ റോബോട്ടിക് ലാബുകളും നമ്മുടെ സ്കൂളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുട്ടികളുടെ ഇടയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾ എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാനും അവർ വെറും പഠിതാവ് എന്നതിലപ്പുറം അവർ ക്രിയേറ്റേഴ്സ് എന്ന രീതിയിൽ കാര്യങ്ങളെ കാണാനും ഒക്കെ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഇനിയിപ്പോൾ CBSE ഇൻട്രൊഡ്യൂസ് ചെയ്ത AI ആൻഡ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന 3rd സ്റ്റാൻഡേർഡ് മുതൽ മുകളിലേക്ക് കൊടുക്കേണ്ടത്. പലപ്പോഴും എല്ലാ ടീച്ചേഴ്സും ഇപ്പോൾ അതിന് എക്യുപ്പഡല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഇനീഷ്യേറ്റീവായിട്ട് സൈബർ സ്ക്വയർ പോലുള്ള സ്ഥാപനങ്ങൾ വരുമ്പോൾ ടീച്ചേഴ്സിനത് വലിയൊരു ഹെൽപ്ഫുള്ളാവും. മുഴുവൻ ടീച്ചേഴ്സും ടെക് സാവി അല്ല, അവരിതിനെപ്പറ്റി ധാരണയില്ല. കാരണം പെട്ടെന്ന് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻ CBSEയുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു നീക്കമാണ്, ഒരു ഇനീഷ്യേറ്റീവാണ് സൈബർ സ്ക്വയറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് CBSE സ്കൂളുകൾക്ക് വലിയ ഉപകാരപ്രദമാവും.
സർക്കാർ സ്കൂളിലേക്കും ശരിക്കും വ്യാപിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി. അതെ, സർക്കാർ സ്കൂളിലും ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമായ ആവശ്യം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ സർക്കാർ സ്കൂളുകളാണ് ഈ കാര്യത്തിൽ കുറച്ച് പിന്നിൽ. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരുപാട് ഇനിഷ്യേറ്റീവ് ഉണ്ടെങ്കിൽ പോലും അത് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നില്ല. വിദ്യാർത്ഥികൾക്ക് എത്തണമെങ്കിൽ ഇത് സർക്കാർ മേഖലയിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചെയ്താൽ വളരെ ഉപകാരപ്രദമാകും. രക്ഷിതാക്കളോടും കുട്ടികളോടൊക്കെ പറയാനുള്ളത്? രക്ഷിതാക്കളോട് പറയാനുള്ളത്, നേരത്തെ നമ്മുടെ MLA പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയല്ല വേണ്ട, അവരെ സ്കിൽഡ് പേഴ്സൺസ്, ഏറ്റവും നല്ല സ്കില്ലുകൾ അവർക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. അവർ സ്വയം ജോലി കണ്ടെത്തിക്കോളും, അവർ സ്വയം ജീവിതത്തിൽ വിജയിച്ചോളും. നമുക്ക് പഴയ കാലത്തെ മാതിരി ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നതിലുപരിയായിട്ട് അവരെ സ്കിൽഡാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് അവർ 10 കൊല്ലത്തേക്കപ്പുറം, അവർ 10 കൊല്ലം കഴിഞ്ഞ് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളാണ് അവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ പ്രോഗ്രാം ഒരു ഗംഭീര പ്രോഗ്രാമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്, AI ഈ രണ്ടും ഒരു കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പല സ്കൂളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആ സമയത്ത് തന്നെ പുതിയൊരു പ്ലാറ്റ്ഫോമുമായിട്ട് സൈബർ സ്ക്വയർ കടന്നു വരിക എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ കാര്യം തന്നെയാണ്. സൈബർ സ്ക്വയറിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുക തന്നെയാണ്. സ്കൂളുകൾ മാത്രമാണ് ഇപ്പോൾ വ്യാപിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത് 500ഓളം സ്കൂളിലല്ല. ഇപ്പം നമ്മുടെ ഹാരിസ് സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിനെ ഒരു AI ലിറ്ററേറ്റ് സംസ്ഥാനമായിട്ട് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇത് എത്തണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്കൂളുകൾ പോലും വരണം. ഈവൻ സർക്കാർ സ്കൂളുകൾ പോലും അതിൻ്റെ ഫിനാൻസ് എങ്ങനെയാണെന്ന് അറിയില്ല, അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നിരുന്നാൽ തന്നെയും സർക്കാർ സ്കൂളുകളിലും സബ്സിഡൈസ്ഡ് റേറ്റിൽ ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രക്ഷിതാക്കളും കുട്ടികളോടൊക്കെ പറയാം. രക്ഷിതാക്കൾ ഇപ്പോൾ സൈബർ സ്ക്വയർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് യാതൊരു സംശയവും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒബ്വിയസ്ലി അവർക്ക് നല്ലൊരു അനുഭവം അല്ലെങ്കിൽ പഠനാനുഭവം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് AI പ്ലാറ്റ്ഫോം മാറുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പുതിയ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിഭാവനം ചെയ്ത ഒരു പ്രോജക്റ്റാണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. സത്യത്തിൽ ഇത് നേരത്തെ സ്കൂളുകളിലുണ്ട്. നമ്മൾ ഈ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, മറ്റു മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുറേ മാനുവലായിട്ട് ഒരു കൈൻഡ് ഓഫ് ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്നു. പരിചയപ്പെടുന്നത് നൗഫൽ മലപ്പുറം സഹോദരിയുടെ പ്രസിഡൻ്റാണ്. ഓക്കെ, മലപ്പുറം സെൻട്രൽ സഹോദരിയെ പ്രതിനിധീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മെൻ്റൽ എബിലിറ്റി, ലോജിക്കൽ തിങ്കിങ്, അതിനെ ഒരു പുതിയ ടേമിൽ അവതരിപ്പിക്കുകയാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. തിങ്ക് ലൈക്ക് കമ്പ്യൂട്ടർ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയാം. സ്ട്രാറ്റജിക്, സ്ട്രക്ചേർഡ്, ഡിസൈൻഡ് തിങ്കിങ്. അപ്പോൾ പുതിയ കാലത്ത് പ്രോബ്ലംസ് ധാരാളം വരുമ്പോൾ പുതിയ തലമുറയിൽ കുട്ടികൾ നമ്മൾ കണ്ടൊരു പ്രശ്നം പലപ്പോഴും ദേ ഹാവ് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയൊക്കെ ആണല്ലോ. അപ്പോൾ എവിടെ നിന്നും വിവരങ്ങൾ കിട്ടും, എന്ത് ചോദിച്ചാലും ചോദിച്ച് പറയാൻ ആളുകളുണ്ട്. ഗൂഗിൾ വേഴ്സസ് ഗുരുവിൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ. ഗൂഗിളാണോ ശരി, ഗുരുവാണ്. അപ്പോൾ ഒതൻറ്റിസിറ്റി, അതിൻ്റെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആണ്. ഇതിനെ സ്ട്രക്ചേർഡായിട്ട് അവതരിപ്പിക്കാൻ ഇപ്പോൾ AI ഒക്കെ വന്നപ്പോൾ AI ഒക്കെ ചെയ്യുന്ന അതാണല്ലോ. അതിനെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റിനെ സ്ട്രക്ചേർഡായി അവതരിപ്പിച്ച് നമുക്ക് ഔട്ട്പുട്ട് തരുന്നു. അതാണല്ലോ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് നല്ലൊരു സ്ട്രക്ചേർഡായിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതേപോലെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. അത് സ്ട്രക്ചേർഡായിട്ട്, ഡിസൈൻഡായിട്ട് നല്ല രീതിയിൽ അതിനൊരു ഒരു സീക്വൻസിങ് ഒക്കെ ഉണ്ട്. ആ രീതിയിൽ തിങ്ക് ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്താം. അപ്പോൾ ഇവിടെ കുട്ടികൾ ഈ പ്രോസസ്സിൽ വളരെ അധികം ഇമേഴ്സ്ഡ് ആയിരിക്കും. അവരിങ്ങനെ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഒരു സംഭവം ചോദിക്കുന്നു, അതിന് ഉത്തരം കിട്ടുന്നതിനപ്പുറത്തേക്ക് കുട്ടികൾ തിങ്ക് ചെയ്യുന്നു, അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ മേലിൽ കൃത്യമായിട്ട് പണിയെടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലൂടെ കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സാധ്യമാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനിപ്പോൾ സ്കൂളുകളിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ പുതിയ ഒരു മാനുവൽ വന്നു, ഹാൻഡ് ബുക്ക് വന്നു, കുട്ടികൾക്ക് മെറ്റീരിയൽ വന്നു, സ്കൂൾസിന് മെറ്റീരിയൽ വന്നു. പക്ഷേ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ അധ്യാപകരും സ്കൂളുകളൊക്കെ ഇങ്ങനെ പകച്ചു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് സൈബർ സ്ക്വയറും HK ട്രെൻഡ്സും കൂടെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത്. നമുക്ക് എല്ലാം അങ്ങനെയാണല്ലോ, ഇൻസ്റ്റൻ്റായിട്ട് ഒരു സിംഗിൾ വിൻഡോയിലൂടെ സൊല്യൂഷൻസ് കിട്ടുമ്പോൾ അതൊരു വളരെ ഈസിയാണ് കാര്യങ്ങൾ ചെയ്യാൻ. ആ ഒരു ഈസിനെസ്സാണ് സൈബർ സ്ക്വയറും HK ട്രെൻഡ്സും കൂടെ കൊണ്ടുവരുന്ന
കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും AI-യുടെയും ഈ പ്ലാറ്റ്ഫോം വരുന്നതിലൂടെ സ്കൂളുകൾക്ക് സാധ്യമാവുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ കുട്ടികളുടെ ഒരു പുതിയ ഘട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിനെ AI-നെയും ഇത്രയും സാർവത്രികമാക്കാൻ ഏറ്റവും നന്നായി സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. സഹോദരിയുടെ ജില്ലാ പ്രസിഡന്റാണ്. സ്വാഭാവികമായും എല്ലാ CBSE സ്കൂളുകളിലും ഇതിലേക്ക് വന്നു കഴിഞ്ഞു. മലപ്പുറം സെൻട്രൽ സഹോദയ, മലപ്പുറത്ത് 134 CBSE അഫിലിയേറ്റഡ് സ്കൂളുകളുണ്ട്. അപ്പം നമ്മളെ സെൻട്രൽ സഹോദയയിൽ തന്നെ ഏകദേശം 85ഓളം CBSE സ്കൂളുകളുണ്ട്. സ്കൂളുകളിൽ ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം മുതൽ, ഏപ്രിൽ മുതൽ തന്നെ ഇതിൻ്റെ പരിശീലനങ്ങൾ ആരംഭിച്ചു. എന്നാലും ഒരുപാട് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ ഇതിനെ ഒന്ന് ഓർഗനൈസ്ഡായി സ്കൂളുകളിൽ ആ കരിക്കുലത്തെ അവതരിപ്പിക്കാൻ പുതിയ ചേഞ്ച് വരികയാണ്, പുതിയൊരു സംഭവം വരികയാണ്. അപ്പോൾ അതിനെ സാധ്യമാക്കാൻ ധാരാളം പരിശീലനങ്ങൾ സഹോദയൊക്കെ നടത്തി, സൈബർ സ്ക്വയർ നടത്തി, HK ട്രെൻഡ്സ് നടത്തി, ഇങ്ങനെ ധാരാളം വിദ്യാഭ്യാസ ഏജൻസികൾ, വിദ്യാഭ്യാസ രംഗത്ത് എംപാനൽഡായി വർക്ക് ചെയ്യുന്ന ഒരു സഹോദയം നടത്തി. അങ്ങനെ എല്ലാവരും നടത്തി. ഇപ്പോൾ സ്കൂളൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സ്കൂളുകൾക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ സ്വാഭാവികമായും അത് വളരെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്കൂളുകളിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. 2029 ആകുമ്പോൾ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയ്ക്ക്, CBSE ബോർഡ് പരീക്ഷയ്ക്ക് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങും AI വരാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഇൻറ്റേർണൽ അസസ്മെൻറ്റും ആ ഒരു ഇവാലുവേഷനും ലേണിംഗ് എഡ്ജിനൊക്കെ മനസ്സിലാക്കാനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിലും ഇത് കഴിഞ്ഞ് ഒരു 2029 ആകുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇത് പൂർണ്ണമായും രാജ്യത്തെ ഏറ്റവും വലിയ 10ാം ക്ലാസ് പരീക്ഷയായ CBSE ബോർഡ് പരീക്ഷയിൽ ഒരു സബ്ജക്റ്റായിട്ട് കുട്ടികൾ പരീക്ഷ എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റിന് വിധേയമാകും. കുട്ടികളുടെ മാർക്ക് ലിസ്റ്റുകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ കുട്ടികളെ സർട്ടിഫൈ ചെയ്യും. അപ്പോൾ കുട്ടികളെ ആ ഒരു സ്കില്ല് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ എഡ്യൂക്കേഷൻ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നതോടുകൂടി നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ് നോളജിൽ നിന്ന് മാറി, ഇൻഫർമേഷൻ നിന്ന് മാറി, സ്റ്റോർ ഹൗസിൽ നിന്നൊക്കെ മാറിയിട്ട് സ്കില്ല്, വാട്ട് ഈസ് ദ സ്കിൽ യു ഹാവ്, ക്വാളിഫിക്കേഷൻസിലല്ലല്ലോ കാര്യം, ആ ഒരു കോമ്പിറ്റൻസി. ഇപ്പോൾ സ്കൂളുകളിൽ കോമ്പിറ്റൻസി വേണം. കുട്ടികൾക്ക് കോമ്പിറ്റൻസി ഉള്ളവർക്കാണ് ജോബ് മാർക്കറ്റിൽ ഡിമാൻഡുള്ളൂ, ലോകത്ത് തന്നെ ഡിമാൻഡുള്ളൂ. ആ ഒരു ഡിമാൻഡിലേക്ക് കുട്ടികളെ എത്തിക്കാൻ ഒരു ഗ്ലോബലൈസേഷൻ്റെ വലിയ ഒരുപാട് ഡെവലപ്മെൻറ്റ് സംഭവിച്ച ഈ കാലത്ത് ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം. സർക്കാർ സ്കൂളുകളും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പല ഏജൻസികളും, ജില്ലാ പഞ്ചായത്ത് ഇതിൻ്റെ പല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മില്യൺസ് ഓഫ് കോഡേഴ്സിനെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ CBSE സ്കൂളുകളിൽ ഇത് ആദ്യം വരും. കാരണം രാജ്യത്തെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യുക CBSE സ്കൂളിലാണ്. സ്റ്റേറ്റിലേക്ക് അത് ഒരു അടുത്ത ഘട്ടത്തിലാണ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ വളരെ സജീവമായി രംഗത്തുണ്ട്. ഈവൻ സൈബർ സ്ക്വയറും HK ട്രെൻഡ്സൊക്കെ ഇത് ഗവൺമെൻറ് സ്കൂളുകളിലേക്കൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു. ഇന്നിപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ഒക്കെ പറഞ്ഞതുപോലെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ഇതിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റ് ഗവൺമെൻറ് സ്കൂളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകുന്നു. MLA അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ അത് ആവശ്യപ്പെട്ടപ്പോൾ 12ഓളം തന്നെയാണ് ഒരുപാട് സ്കൂളുകൾ. അങ്ങനെ ഒരു സിലബസ് വ്യത്യാസമില്ലാതെ, CBSE സ്റ്റേറ്റ് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രാപ്യമാവുന്ന രീതിയിൽ ഇത് സാധ്യമാക്കാൻ HK ട്രെൻഡ്സിൻ്റെ മിസ്റ്റർ ഹരികൃഷ്ണൻ നേതൃത്വം നൽകുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൈബർ സ്ക്വയറിൻ്റെ ലീഡേഴ്സുണ്ട്, ലീഡേഴ്സുണ്ട്. എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ ഇതെല്ലാവരിലേക്കും എത്തുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും ആ ഒരു സന്തോഷമുണ്ട്.